വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ന്യൂ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾക്കുള്ള ഒരു ഡൗട്ടാണ് നമ്മുടെ റീജിയണൽ സെൻറ്ററും അതേപോലെ ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റർ, അതിന് നമ്മൾ LSC എന്നാണ് പറയുന്നത്. ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ അറിയുക, അതേപോലെ തന്നെ ഈ LSCയിൽ കോർഡിനേറ്റർ ആരാണ്, അവരുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ എവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ. അപ്പോൾ അതിന് നമ്മൾ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് നമ്മൾ കയറുക. ഇവിടെ കാണുന്ന ഈ 3 ബാറിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അക്കാദമിക്സിൽ കൊണ്ടുപോയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ സ്കൂളിൽ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് 2 ബ്ലോക്ക് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ സെൻറ്ററിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റർ ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻചന്ത, കോഴിക്കോടാണ് ഡിസ്ട്രിക്ട് വരുന്നത്. അവിടുത്തെ LSC കോർഡിനേറ്റർ ഡോക്ടർ LT സുജിൻ KN, കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ ടൈമും അതേപോലെ തന്നെ മെയിലും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ സെൻറ്ററിൻ്റെയും കോർഡിനേറ്ററും അതേപോലെ തന്നെ അവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതാ റീജിയണൽ സെൻറ്റേഴ്സും ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റേഴ്സും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ റീജിയണൽ സെൻറ്ററിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് റീജിയണൽ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വന്നു. തലശ്ശേരിയാണ്. RC ഡയറക്ടറുടെ പേര് ഡോക്ടർ അബ്ദുൽ ഗഫൂർ CV ആണ്. അതേപോലെ കോൺടാക്ട് നമ്പർ മെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ റീഡ് മോഡിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ സാറിൻ്റെ ഫോട്ടോ, RC ഡയറക്ടറുടെ ഫോട്ടോ, മെയില്, കോൺടാക്ട് നമ്പർ ഒക്കെ തന്നിട്ടുണ്ട്. കൂടാതെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇതാ ഈ തലശ്ശേരിയിലുള്ള LSC ലേണേഴ്സ് സപ്പോർട്ട് സെൻറ്റർ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ബ്രീനൻ കോളേജ് ധർമാടം എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നും അറിയണമെന്നുണ്ട് വെച്ചാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ റീജിയണൽ സെൻറ്ററും അവിടുത്തെ LSCയും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.